വെൽക്കം ടു എജുബി. നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇന്ന് തന്നെ വന്ന്, അതായത് 31 ജാനുവരി 2026 ഈ നോട്ടിഫിക്കേഷൻ വന്ന്. സോ ഈ നോട്ടിഫിക്കേഷൻ നമ്പർ അത്യാവശ്യം, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇരിപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഞാനിത് ഇവിടെ പറയുന്നതിൽ കൂടുതൽ ആൾക്കാരെ എവിടെ തെറ്റിക്കാൻ ചാൻസസ് കൂടുതലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം മാക്സിമം നമ്മൾ തെറ്റാതെ ഈ കാര്യം അപ്ലോഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ഫസ്റ്റ് വൺ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെൻട്രൽ എംപ്ലോയി നോട്ടിഫിക്കേഷൻ നമ്പർ 09/2025 ഇരിക്കും. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ഇതാണ്, നമുക്ക് നോക്കാം. പിന്നെ തുടങ്ങുന്ന സമയം, ഡേറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 31/1/2026 ഇന്ന് മുതൽ. പിന്നെ അവസാനിക്കുന്ന സമയം മാർച്ച് 2, 2026. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ സെർവേഴ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും. പിന്നെ ക്രാഷസ്, സ്ലോ ഡൗൺ, പിന്നെ അതൊക്കെ പിന്നെ പറഞ്ഞാലും അവർ കേൾക്കില്ല. അപ്പം കൂടുതൽ സമയം നമ്മൾക്ക് അവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്യണോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം വിചാരിക്കുന്ന സെൻറ്റർ കിട്ടണം എന്ന് വിചാരിക്കുന്ന വ്യക്തി നേരത്തെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് പ്ലീസ് അപ്ലോഡ് ഫാസ്റ്റർ. ആൻഡ് ദെൻ ഇതിൻ്റെ ഇനിഷ്യൽ പേ, ഈ ജോബിൻ്റെ ഇനിഷ്യൽ പേ എന്ന് വെച്ചാൽ 18,000 സാലറി. പിന്നെ ഏജസ് ആരൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 18 മുതൽ 33 വരെ വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു ആൾക്കാരൊക്കെ ഇതൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ടോട്ടൽ വേക്കൻസീസ്, ഇതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് പോയിന്റ്. അതായത് അപ്രോക്സിമേറ്റ്ലി 22,000 വേക്കൻസീസ് ഇതിലുണ്ട്. സോ ബെറ്റർ ഓപ്ഷൻ, ബെസ്റ്റ് ഡെസിഷൻ. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ, രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഫോർ അപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഏതൊരു സംഭവമായാലും അതിനൊരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതാണിത്. ഇപ്പം എന്ത് ചെയ്തുകൂടാ, അതാണ് നമ്മുടെ മെയിൻ. ഫസ്റ്റ് തിങ്, candidates awaiting for the final results of prescribed education qualification are not eligible to apply. നമ്മൾ ഇതിലെ പ്രിസ്ക്രൈബ്ഡ് എലിജിബിൾ കണ്ടീഷൻ 10th പിന്നെ അതിന് ഈക്വലൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ എഴുതാൻ പോകുന്നു, അല്ല ആ റിസൾട്ട് വന്നില്ല, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് പറ്റില്ല, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സ്ലൈഡ്. തേർഡ് പോയിന്റ്, ഇൻസ്ട്രക്ഷൻ. അതായത് അപ്ലിക്കേഷൻസ് മസ്റ്റ് ബി സബ്മിറ്റഡ് ഓൺലൈൻ ഓൺലി ത്രൂ ദ ലിങ്ക് പ്രൊവൈഡഡ്. ഒരുപാട് ആൾക്കാർ നമ്മൾ തേർഡ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പോയി കണ്ടിട്ട്, അല്ല ലിങ്ക് എന്തെങ്കിലും മറ്റേതിൽ കണ്ടിട്ട്, വെബ്സൈറ്റിൽ കണ്ടിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ശരിയല്ല. സോ മാക്സിമം RRBയുടെ സൈറ്റിൽ തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലത്. സോ അവിടെ സ്വന്തം ലിങ്കിന് പോയി അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് ഫേക്ക് ലിങ്ക്സ് ഉണ്ട്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വിസിറ്റ് ഓൺലി ശരിയാ. ആൻഡ് ദെൻ ഇതിനെ കുറിച്ച് കൂടുതൽ വിവരം പാര 24 കൊടുത്തിട്ടുണ്ട്. ഞാൻ പാര എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ആൻഡ് ദെൻ ഓക്കെ, മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ടു ഡിഫറെൻറ്റ് RRB. ആൻഡ് അതായത് ചില ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ, ഓക്കെ എക്സ്ട്രാ കൂടെ ഇത് അപ്ലൈ ചെയ്താൽ അപ്ലൈ ചെയ്തില്ലേന്ന് അവർക്ക് ചില സംശയം കൊണ്ട്, അല്ല വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് പറയുമായിരിക്കും, അച്ഛൻ അപ്ലൈ ചെയ്യും അവർക്ക് വേണ്ടി, പിന്നെ ഇവരും തനക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. സോ മാക്സിമം ഒരു അപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ കാൻഡിഡേച്ചർ റിജക്ഷൻ ആകും, പിന്നെ ഡീബാർമെൻറ്റ് പോലെ വരും ഇതിന്. സോ മാക്സിമം അങ്ങനെ ചെയ്യരുത്. കാൻഡിഡേറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ഓൺലി പ്രൊവിഷണൽ സബ്ജക്റ്റഡ് ടു ഫുൾഫില്ലിംഗ് ദി എലിജിബിൾ ക്രൈറ്റീരിയ. നേരത്തെ പറഞ്ഞതുപോലെ എലിജിബിൾ ക്രൈറ്റീരിയ, മെഡിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു, കാരണം ഇതിന് മെഡിക്കൽ ഇതുണ്ട്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സോ അതാണ്. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻ ഒന്ന് ബോർഡ് ലെറ്ററിൽ ഇരിക്കുന്ന എല്ലാം മസ്റ്റാണ്, വായിക്കണം. ബാക്കിയുള്ളതും വായിച്ചാൽ നന്നായി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ഈ ഒരു പോയിന്റ്. ആഫ്റ്റർ ദ സബ്മിഷൻ ഓഫ് ദ ഓൺലൈൻ അപ്ലിക്കേഷൻ, ഇഫ് ദ കാൻഡിഡേറ്റ് വിഷസ് ടു ഫർദർ മോഡിഫൈ ചേഞ്ചസ്. നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കയറിയിട്ട് എല്ലാം ചെയ്തു, എന്നിട്ട് എനിക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല.
ചില ഡീറ്റെയിൽസ് ലൈക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ ഐ ഡി ആൻഡ് ചോസൺ റെയിൽവേ, അതായത് ഏത് ട്രിവാൻഡ്രമാണോ ബാംഗ്ലൂരാണോ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ സ്വന്തം നെയിം, ഇതൊക്കെ നമ്മൾ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറ്റാൻ പറ്റില്ല. സോ ബി കെയർഫുൾ. അങ്ങനെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ മാറ്റണം എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷേ അതിന് പൈസ അടയ്ക്കേണ്ടിയിരിക്കും, വിച്ച് ഇസ് നോട്ട് റീഫണ്ടബിൾ. 250 റുപ്പീസ് ഇതിന് കൊടുക്കേണ്ടിയിരിക്കും. അപ്പുറം പിന്നെ 21-ലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് വിത്ത് ദിയർ ഓൺ ഇൻട്രസ്റ്റ് ടു സബ്മിറ്റ് ദിയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെൽ ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ടു അവോയ്ഡ് ദ ലാസ്റ്റ് മിനിറ്റ് റഷ് ആൻഡ് സെർവർ ഡൗൺ. സോ അതിനൊന്ന് നേരത്തെ ചെയ്യണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഫോർ എനിത്തിങ് ഇത് ഇങ്ങനെ ചെയ്യാവോ, അങ്ങനെ ചെയ്യാവോ, എൻ്റെ പേരിൽ ആധാർ കാർഡിൽ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഇരിക്കുന്നു, അപ്പം ഇതുപോലത്തെ ചില ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ജെന്യൂൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഇരിക്കുന്നു, മെയിലും കൊടുക്കാം, മൊബൈൽ നമ്പറും കൊടുത്തു വയ്ക്കാം. നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ഇത് എക്സാമിൻ്റെ പ്രോസസ്സ് എങ്ങനെ പോകും, സ്റ്റേജസ് ഓഫ് എക്സാംസ്, കോൾ ലെറ്റർ, ഇതിനെക്കുറിച്ച് വായിക്കുന്നത് നല്ലത്. ആൻഡ് ദെൻ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദോസ് awaiting results of the final examination for the prescribed qualifications are not eligible and hence should not apply. അവർ ബോൾഡ് ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. once again രണ്ടാമത് പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. Candidates who score, okay, candidates should enter their father name, mother name and date of birth as recorded in the. Okay, നമുക്കൊരു ഡൗട്ട് അടിക്കും, അതായത് ഏത് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കണം. എൻ്റെ ആധാർ കാർഡിൽ വേറെ ഒരു ഡീറ്റെയിൽസ് ഇരിക്കുന്നു, എൻ്റെ SSLC ഇതിൽ വേറെ ഒരു ഡീറ്റെയിൽസും, പിന്നെ ഡിഗ്രിയിൽ ഇതിന് 10th മതി. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാക്സിമം അല്ല, ലൈക്ക് എക്സാക്ട് ഡീറ്റെയിൽസ് വെച്ചാൽ SSLC ആണ് നമ്മൾ കൊടുക്കേണ്ടത്. SSLC matriculation or 10th examination certificate or an equivalent certificate only. അതിന് ഇരിക്കുന്ന നമ്മുടെ പേര്, ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതാണ് നമ്മൾ കൊടുക്കണം. സപ്പോസ് ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടായാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നമ്പറിനോടും അല്ല ഇമെയിൽ ഐ ഡിയോടും ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് നേരത്തെ അപ്ലൈ ചെയ്യുന്നത് നല്ലത്. കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അപ്പം ഇതുപോലത്തെ ഡൗട്ടൊക്കെ വരുമ്പോൾ ചോദിച്ചാൽ പെട്ടെന്ന് റിപ്ലൈ കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറൊക്കെ അവരോട് ഇരിക്കും, റിപ്ലൈ ചെയ്യുന്ന വേണ്ടിയിരിക്കും. സോ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് ചേഞ്ച് ഓഫ് നെയിമിനെ കുറിച്ചുള്ള ഇതാണ്. അതിന് സെപ്പറേറ്റ് ബോക്സ് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾക്ക് സെപ്പറേറ്റ് ബോക്സ് ഒക്കെ ആയിരിക്കും, അതിൽ നമുക്ക് എഴുതാം. ആൻഡ് ദെൻ കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ അപ്ലോഡ് എ ലൈവ് ഇമേജ് ഓഫ് ദെംസെൽവ്സ്. ഇതിൽ ഒരുപാട് ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോ എടുക്കുന്നപ്പം ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വച്ചിട്ട് അതിൽ ഫോട്ടോ എടുക്കുന്നതും പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതും അങ്ങനെ ചെയ്തുകൂടാ. ലൈവ് ഫോട്ടോ, അതായത് നമ്മളിങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടിയിരിക്കും. സോ മാക്സിമം വെൽ ലൈറ്റിംഗ് സിറ്റുവേഷനിൽ വെച്ചിട്ട് എടുക്കുക. പുറത്തൊന്നും പോയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടിരിക്കണം. അങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലത്. ആൻഡ് ദെൻ സിഗ്നേച്ചർ. ഈ സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ മാക്സിമം ഒരുപാട് ആൾക്കാർ എങ്ങനെ കൊടുക്കണം, ചില ആൾക്കാരൊക്കെ സിഗ്നേച്ചറിൽ അപ്പം അവർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാറുണ്ട് അവരുടെ പേര്. അപ്പം മാക്സിമം അങ്ങനെ ചെയ്യാതെ അവോയ്ഡ് ചെയ്യണം നമ്മൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിഗ്നേച്ചർ ആൻഡ് ദെൻ സിഗ്നേച്ചർ എല്ലാ ഇതിലും ഒരുപോലെ തന്നെ ഇരിക്കണം. അങ്ങനെ ഒவ்வொരുതിലും ഒவ்வொரு ഇത് വരാൻ പാടില്ല. സോ അതൊന്ന് ചെക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ഇതൊന്ന് ഇൻസ്ട്രക്ഷൻ വായിക്കുന്നത് നല്ലത്. ഓക്കെ, അതിനുശേഷം ഫ്രീ ട്രാവൽ ഫെസിലിറ്റീസ്. ഇത് ആർക്കെന്ന് വെച്ചാൽ SC and SC കാൻഡിഡേറ്റ്സ് ഓൺലി. അവർക്ക് വേണ്ടി ഫ്രീ ട്രാവൽ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ ആ സമയം ഈ കോൾ ലെറ്ററും നമ്മൾ അവർ കൊണ്ട് എടുത്തിട്ട് പോകണം. എന്നാലേ ഈ ഫ്രീ പാസസ് കിട്ടും. ട്രെയിനിൽ മാത്രമാണ്. ദെൻ ഓക്കെ, ഇത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഒவ்வொരു
ജോബിനും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, A2, A3, B1, C3. അപ്പം നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലത്. സപ്പോസ് എനിക്കിപ്പോൾ പവറുണ്ട്, നമ്മൾ 4ന് കൂടുതലല്ല ഈ ജോബിന് എനിക്ക് അപ്ലൈ, ഇപ്പം മാക്സിമം 2 ഡയോപ്റ്ററാണ്, അതിന് കൂടുതൽ എനിക്ക് പോകാൻ പറ്റില്ല. സപ്പോസ് ഞാൻ 4ന് എനിക്ക് കൂടുതൽ, ലെറ്റ്സ് സേ എനിക്ക് 3 ഇരിക്കുന്നു എന്ന് വെച്ചോ, ഞാൻ ഈ ജോബൊക്കെ ആദ്യത്തെ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം കിട്ടിയിട്ട് ഈ ജോബിന് മെഡിക്കൽ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഏത് ജോബിനും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് തന്നെ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു, പക്ഷേ എനിക്കിത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് ഇതിന് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പോകുമ്പോൾ ബാക്കിയുള്ളത് കിട്ടില്ല. സോ മാക്സിമം നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ പവർ എങ്ങനെ ഇരിക്കുന്നു, ഡയോപ്റ്റർ എത്രയുണ്ട്, അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത്, ഇതിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് നല്ലത്. സോ ഇതിന് മാക്സിമം 2 ഡയോപ്റ്ററാണ്, ആൻഡ് ഇതിൽ 4 ഡയോപ്റ്റർ, അതായത് 4 പവർ ഇരിക്കുന്നത് സ്പെക്സ്, അതുവരെ നമുക്ക് പോകാം. പിന്നെ ബാക്കിയുള്ളത് കളർ വിഷൻ അതൊക്കെ നോക്കുന്നത് ബെറ്റർ. നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇത് ഏജ്ഡത് ആരൊക്കെ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 18 to 33 നേരത്തെ പറഞ്ഞതുപോലെ UR കാറ്റഗറി ആൻഡ് EWS കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 2/1/1993 മുതൽ 1/1/2008 ഇതിനകത്തിരിക്കുന്ന ഇയറിൽ ജീവിച്ച ആൾക്കാർ മാത്രമേ ഈ കാറ്റഗറിയിലിരിക്കുന്ന അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഫോർ OBC ആൻഡ് SC ST 2/1/1990 മുതൽ ഈ ഡേറ്റ്, അതായത് 1/1/2008. പിന്നെ SC STക്ക് 2/1/1988. സോ അത് ബേസിക്കലി എന്തെന്ന് വെച്ചാൽ നമുക്ക് OBCക്ക് ഒരു 3 years റിലാക്സേഷൻ, SC STക്ക് ഒരു 5 years. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് എത്ര ഇയേഴ്സ് റിലാക്സേഷനൊക്കെ ഇരിക്കുന്നു, അതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ചാൽ മതി. ഓക്കെ, ഇതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 500 ആണ് UR കാറ്റഗറിക്കും, അതായത് SC ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇതിനെ തവരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 500 രൂപയാണ്. പിന്നെ നമ്മൾ എക്സാം അപ്ലൈ ചെയ്തിട്ട് അത് Tier 1 അപ്ലൈ, മെയിൻസ് പ്രിലിംസിന് അപ്ലൈ ചെയ്യും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ നമുക്ക് ആ പൈസയിന് 400 രൂപ തിരിച്ച് കിട്ടും. സപ്പോസ് നമ്മളത് അപ്പിയർ ആയില്ലെങ്കിൽ 500 രൂപ തന്നെ പോകും. സോ അതുപോലെ മറ്റേത് SC ST, എക്സ് സർവീസ്മാൻ, PWBD ആൻഡ് ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനേഴ്സ്, ഇവർക്ക് 250 rupees എക്സാമിന് ശേഷം അത് തിരിച്ച് കിട്ടും. സോ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പെർഫെക്റ്റ്ലി അതിൽ കൊടുത്തിരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ RRB ഇതൊന്നും ചെയ്യില്ല. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒരുപാടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏത് ഇൻസ്ട്രക്ഷൻസ് പേഴ്സൺസ്, സ്പെഷ്യലി ചാലഞ്ച്ഡ് പേഴ്സണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതാണ് സ്പെഷ്യലി ചാലഞ്ച്ഡ്, ഏതാണ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ വായിച്ചാൽ മതി. സപ്പോസ് അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഈ വെബ്സൈറ്റിലോട്ട് ചോദിക്കാം, അല്ല നോക്കാം. എക്സ്ട്രാ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ ഇരിക്കും. സോ ഇത് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 21. പിന്നെ ഏതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് സ്ക്രൈബ്സ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, സപ്പോസ് ഇതിൽ പാര അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും അനക്സേഷർ എന്തെങ്കിലും ഫിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ അനക്സേഷറും അത് റിലേറ്റഡായി ബന്ധപ്പെട്ടുള്ള എല്ലാ അനക്സേഷനും ഏത് പേജിൽ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇത് നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് ഒപ്പം വാങ്ങിക്കണമെങ്കിൽ ഒപ്പം വാങ്ങിച്ച് വയ്ക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റ് പോകുന്നത് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്, ഹെക്റ്റിക് ആണ്. പിന്നെ നമ്മൾ ആ പ്രഷറിലോട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഏത് ആവശ്യമാണോ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത് നല്ലത്. ആൻഡ് ദെൻ ഇത് സപ്പോസ് ഏതിനോട്ട് നമുക്ക് പോകണം, ഏത് ഡോക്യുമെൻറ്റിലോട്ട് നമുക്ക് റീഡ് ചെയ്യണം എന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ വായിക്കുന്നത് നല്ലത്. സോ താങ്ക് യു.